ഹലോ ഉണ്ണികളെ ഒരു കഥ പറയുമ്പോഴേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഏത് കഥയാണ് വായിക്കണ്ടേ? നമ്മൾ ഇന്നലെ കണ്ട കഥയാണ് ദ ഗ്രിഫല്ലോ. ഇന്ന് അതിൻ്റെ അടുത്ത കഥ ദ ഗ്രിഫല്ലോസ് ചൈൽഡ് വായിച്ചാലോ? ഇന്നലെ കണ്ട നമ്മുടെ ഈ കഥയിൽ എലിക്കുട്ടൻ ഗ്രിഫല്ലോയെ എങ്ങനെ പറ്റിച്ചു എന്ന് നമ്മൾ കണ്ടു. ഈ കഥ അതിൻ്റെ ബാക്കിയായിട്ടാണ് പറയുന്നത്. ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ, അന്ന് ഡീപ്പ് ഡാർക്ക് വുഡിൽ എലിക്കുട്ടനെ കണ്ട് പേടിച്ചോടിയ ഗ്രിഫല്ലോ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ തീരുമാനിച്ചു ഇനി ഒരിക്കലും ആരും നമ്മുടെ കൊടുങ്കാട്ടിലോട്ട് പോകരുത്. അപ്പോൾ ഇപ്പോഴത്തെ കഥയിൽ നമ്മുടെ ഗ്രിഫല്ലോയ്ക്ക് ഒരു മോനുണ്ട്. മോനാണെങ്കിൽ അച്ഛനോട് എന്താ അച്ഛൻ അവിടെ പോയ എന്താ കുഴപ്പമെന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഗ്രിഫല്ലോ പറഞ്ഞു അവിടെ പോകരുത്, അവിടെ ബിഗ് ബാഡ് മൗസ് ഉണ്ട്, ഞാൻ പണ്ട് അവനെ കണ്ടിട്ടുള്ളതാ. അപ്പം മോൻ ചോദിച്ചു എന്താ അച്ഛൻ അവന് കുഴപ്പം, അവനെന്തോ ദുഷ്ടനാണോ, അവനെന്തോ ഭയങ്കര വലുതാണോ? കണ്ടോ, ഗ്രിഫല്ലോയുടെ മോൻ മനുഷ്യകുഞ്ഞുങ്ങളെ പോലെയാണ്, തടി വെച്ചിട്ടുള്ള പാക്കുട്ടിയൊക്കെ പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുക. വേറെയും കുറേ തടി പാക്കുഞ്ഞുങ്ങളുണ്ട് അടുത്ത്. കണ്ടോ? അപ്പോൾ നമ്മുടെ ഗ്രിഫല്ലോ പറഞ്ഞു, ഇങ്ങനെ ആലോചിച്ച് തലയൊക്കെ ചൊറിഞ്ഞ് ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ പണ്ട് അവനെ കണ്ടത്, എനിക്ക് അത്ര കറക്റ്റായിട്ടും മൊത്തമായിട്ടൊന്നും അവനെ ഓർമ്മയില്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു അവന് ഭയങ്കര ശക്തിയാണ്, മസിലൊക്കെ ഉണ്ട്, അവന് വലിയ നീളമുള്ള വാലുണ്ട്, അവൻ്റെ കണ്ണാണ് തീക്കനൽ പോലാണ് ഇരിക്കുന്നത്, അവന് മീശയുണ്ട്, വിസ്കേഴ്സ് എന്നാ കട്ടിയുള്ള മീശയാണെന്നറിയാവോ, അതിനകത്ത് കിളികൾക്ക് വരെ സുഖമായിട്ട് കയറിയിരിക്കാം, അത്ര ശക്തനാണ് അവൻ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഒരു മഞ്ഞൊക്കെ വീണ് കാറ്റൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന രാത്രി നമ്മുടെ ഗ്രിഫല്ലോ അവൻ്റെ കൂട്ടി കിടന്ന് നല്ല സുഖം ഉറക്കമായിരുന്നു. ഗ്രിഫലോയുടെ മോനാണെങ്കിൽ ബോറടിച്ച് എന്ത് ചെയ്യും? അപ്പോൾ അവന് തോന്നി കാട്ടിലൊന്ന് പോയി നോക്കിയാലോ. കൊടും കാറ്റൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ ഹി വാസ് ഫീലിംഗ് ബോർഡ്. അവന് ബോറടിച്ചിട്ട് വയ്യ. അവൻ വിചാരിച്ചു ഒന്ന് പോയി നോക്കിയേക്കാം. അങ്ങനെ ധൈര്യമൊക്കെ സംഭരിച്ച് പമ്മി അവൻ കാട്ടിലോട്ട് നടന്നു. അങ്ങനെ നടന്നു ചെന്നപ്പോൾ താണ്ടെ മഞ്ഞിൽ എന്തോ ഇഴഞ്ഞു പോയൊരു പാട്. ഇതെന്ത് സാധനം, ഇതെന്ത് തന്നെ, എന്താ ഇഴഞ്ഞു പോയേ? ഇനി എങ്ങാണോ ആ ബിഗ് ബാഡ് മൗസിൻ്റെ വാലാണോ? അവൻ അതിൻ്റെ പുറകെ ചെന്നപ്പോൾ എങ്ങോട്ടാണ് ഇത് പോയ ഈ വാല്? ഒരു തടി അടുക്കി വെച്ചേക്കുന്ന ഒരു ലോക്ക് പൈലിൽ. ഇതാരാ, ഇത് ബിഗ് ബാഡ് മൗസിൻ്റെ വാലാണോ എന്നിങ്ങനെ ആലോചിച്ച് നോക്കി നിന്നപ്പം ആരാ പുറത്ത് വന്നേ? നമ്മുടെ പാമ്പുകുട്ടൻ എന്താണ്ട് പുറത്ത് വന്നു. അപ്പം ഗ്രിഫല്ലോയുടെ മോൻ പാമ്പിനെ നോക്കുമ്പോൾ അവന് മീശയില്ല, അവൻ്റെ കണ്ണൊക്കെ ചെറുതാ, തീകോളം പോലത്തെ കണ്ണൊന്നുമല്ല. നീ അല്ലല്ലേ ബിഗ് ബാഡ് മൗസ് എന്ന് ചോദിച്ചു. അപ്പം പാമ്പ് പറഞ്ഞേ ഞാനല്ല, അവന് ആ പുഴയുടെ അടുത്തെങ്ങാണ്ടുണ്ട്, ഗ്രിഫല്ലോ കേക്കും തിന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ആണോ, എങ്കിൽ പോയി നോക്കട്ടെ. ധൈര്യമൊക്കെ സംഭരിച്ച് നമ്മുടെ ഗ്രിഫല്ലോയുടെ മോൻ പിന്നെയും നടന്നു. കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അപ്പം പേടി തോന്നുമ്പോൾ അവൻ തന്നെ പറയും എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പോവാം. പോയി എന്ത് പറ്റി? അപ്പം എന്തോ ഒരു കാൽപ്പാട്. ഇതെന്ത് കാൽപ്പാടാ? ഇതാണോ ഇനി ആ ബിഗ് ബാഡ് മൗസിൻ്റെ കാൽപ്പാട് എന്ന് ചുറ്റും ഇങ്ങനെ നോക്കിയപ്പം താണ്ടെ മരത്തിൻ്റെ പൊക്കത്തുനിന്ന് 2 തീഗോളം പോലത്തെ കണ്ണ് തിളങ്ങുന്നു. ബിഗ് ബാഡ് മൗസിൻ്റെ കണ്ണാണോ ഇത്? ഇങ്ങനെ ആലോചിച്ചപ്പോൾ എന്ത് പറ്റി? മരത്തിൻ്റെ പുറത്തിൽ നിന്ന് നമ്മുടെ കഴിഞ്ഞ കഥയിലെ അവളിങ്ങനെ പറന്ന് താഴെ വന്നിരുന്നു. അപ്പം ഗ്രിഫലോയുടെ മോൻ നോക്കിയപ്പോൾ എന്താ, മീശയൊന്നുമില്ല, കണ്ണൊക്കെ ഉണ്ട്, പക്ഷെ മീശയില്ല, വാല് ശരിയില്ല, മാച്ചാവുന്നില്ല, മൗസിൻ്റെ വാലുമായിട്ട് മാച്ചാവുന്നില്ല. അപ്പം നീ അല്ലല്ലേ മൗസ് എന്ന് ചോദിച്ചു. പറഞ്ഞു ഞാനല്ല, അവൻ അവിടെ ഇവിടെ അടുത്തെങ്ങാണ്ടുണ്ട്, ഗ്രിഫല്ലോ പൈ തിന്നുകൊണ്ടിരിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഗ്രിഫലോയുടെ മോൻ ധൈര്യമൊക്കെ സംഭരിച്ച് കാട്ടിലൂടെ ഇങ്ങനെ നടക്കുക. ഭയങ്കര കാറ്റ്, അതിൻ്റെ ഇടയിലൂടെ എനിക്ക് ധൈര്യമുണ്ട്, ഞാൻ പേടിക്കില്ല എന്നൊക്കെ സ്വയം പറഞ്ഞിങ്ങനെ നടക്കുക. നടന്നു ചെന്നപ്പം വേറൊരു കാൽപ്പാട്. ഇതെന്തിൻ്റെ കാൽപ്പാടാ? എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടാ നോക്കി വന്നപ്പം ദാണ്ടെ മണ്ണിൻ്റെ അടിയിലൊരു ഹോള്, അതിൽ നിന്ന് മീശയൊക്കെ നീണ്ടിരിപ്പുണ്ട്. മീശ, ഇത് മൗസ് ആയിരിക്കുമോ? അറ്റ് ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അടുത്ത് ചെന്നപ്പോൾ എന്താ, നമ്മുടെ ഫോക്സിൻ്റെ കണ്ണാണെങ്കിൽ തീകോളം പോലത്തെ കണ്ണൊന്നുമല്ല, വാലും ശരിയല്ല. അപ്പം നീ അല്ലല്ലേ ബിഗ് ബാഡ് മൗസ്? ഞാനല്ല, അവൻ ആ മരത്തിൻ്റെ താഴെ കാണും, ഗ്രിഫല്ലോ ടീയും കുടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. നമ്മുടെ ഗ്രിഫല്ലോയുടെ മോൻ പിന്നെയും കുറേ നടന്നു കഴിഞ്ഞിട്ട് ഒരു മരത്തിൻ്റെ സ്റ്റമ്പിൻ്റെ പുറത്ത് കയറി ഇരുന്നിട്ട് വന്നു. ഇതൊക്കെ എന്നെ പറ്റിക്കാനാണെന്ന് തോന്നുന്നു, ചുമ്മാ എന്നെ പറ്റിക്കുമോ, ശരിക്കും ബിഗ് ബാഡ് മൗസ് ഒന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് എന്താ കണ്ടേ,
താണ്ട് ഒരു കുഞ്ഞു വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞു മൗസ് ഇറങ്ങി വരുന്നു. സ്നോയൊക്കെ ഇങ്ങനെ കുഞ്ഞു ചൂല് വെച്ച് തൂത്ത് 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 ഇങ്ങനെ വരുന്നു. ആഹാ, ബിഗ് ബാഡ് മൗസിനെ കണ്ടില്ലെങ്കിൽ എന്താ, ഒരു കുഞ്ഞു മൗസിനെ കാണാൻ പറ്റിയല്ലോ. നിന്നെ ഇന്ന് രാത്രി തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, നമ്മുടെ ഗ്രൂഫല്ലോയുടെ ചൈൽഡ് പറഞ്ഞു. അപ്പം മൗസ് പറഞ്ഞു, വെയിറ്റ്, എന്നെ തിന്നുന്നതിന് മുന്നേ ഞാൻ വേണേ നിനക്ക് നീ കാണാൻ ആഗ്രഹിക്കുന്ന ആളെ കാണിച്ചു തരാം. നീ എന്നെ വിട്, ഞാൻ നിന്നെ ബിഗ് ബാഡ് ഫ്രണ്ടിനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ടേ ഗ്രൂഫല്ലോയുടെ ചൈൽഡ് പെട്ടെന്ന് അറിയാതെ പിടി അങ്ങ് വിട്ടു. ശരിക്കും ബിഗ് ബാഡ് മൗസ് ഉണ്ടോ? അവൻ ശരിക്കും ഉണ്ടോ? പിന്നെന്താ, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മൗസ് ഒറ്റച്ചാട്ടം അവിടെ ഇരുന്ന് മരത്തിൻ്റെ കമ്പിലോട്ട് ചാടി. എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മൂണിങ്ങനെ പൊങ്ങി വന്നു. ഫുൾ മൂൺ, നല്ല റൗണ്ട് മൂണായിട്ട് പൊങ്ങി വന്നു. അപ്പോൾ ഈ മരക്കൊമ്പിൽ കയറി നിന്ന് നമ്മുടെ എലിയുടെ ഷാഡോ നിലത്ത് വീണു. എവിടെ വീണേ? ഗ്രൂഫല്ലോയുടെ മോൻ്റെ അടുത്താണ് വീണു. വലിയ ഷാഡോ ആയിട്ട്, വലിയ വിസ്കസ്, വലിയ മീശ, വലിയ ചെവി, വലിയ മൗണ്ടൻ്റെ അത്രയേ ഉള്ളൊരു നട്ടുമൊക്കെ പിടിച്ച് വലിയ വാലൊക്കെയുള്ള ബിഗ് മാഡ് മൗസ്. നമ്മുടെ ഗ്രൂഫല്ലോയുടെ മോൻ പേടിച്ച്, അയ്യോ താണ്ടേ ബിഗ് ബാഡ് മൗസ് വന്നേ. ഒറ്റ ഓട്ടം ഒറ്റ ഓട്ടം. അവൻ ഓടിക്കഴിഞ്ഞപ്പോൾ മൗസ് താഴെ ഇറങ്ങി. മോനങ്ങോട്ട് ഓടി 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 തിരിച്ച് അച്ഛൻ്റെ അടുത്ത് ചെന്നു. അപ്പോഴത്തേക്ക് അവൻ്റെ ബോറടിയൊക്കെ അങ്ങ് മാറി. എന്തായാലും വലിയൊരു അഡ്വഞ്ചർ കഴിഞ്ഞല്ലേ. വേഗം അച്ഛൻ്റെ കൂടെ കയറി കിടന്നു ഒറ്റ ഉറക്കം. നമ്മുടെ ഗ്രൂഫല്ലോയുടെ മോൻ ഓടിയ കാൽപ്പാടിൻ്റെ പുറകെ നമ്മുടെ മൗസും വച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നേ. താണ്ടേ ഇവർ രണ്ടുപേരും സുഖമായിട്ട് കിടന്നുറങ്ങി. നമ്മുടെ മൗസും പുറകെ വന്ന് അവിടെ ഇരുന്ന് കല്ലിൻ്റെ പുറത്തിരുന്ന് ഇവർ ഉറങ്ങുന്നതൊക്കെ നോക്കി സന്തോഷത്തോടെ നട്ടും തിന്ന് ഹാപ്പി ആയിട്ടിരുന്നു. അങ്ങനെ നമ്മുടെ ഗ്രൂഫല്ലോയുടെ ചൈൽഡിൻ്റെ കഥയും കഴിഞ്ഞു. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ കഥ കാണാനും കേൾക്കാനുമായിട്ട് വീണ്ടും വരിക. ബൈ.